അതുകൊണ്ട് ഇത് തൃക്കാക്കര തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇവിടെ മുഖ്യമന്ത്രിയെയും മറ്റും തേജോവധം ചെയ്യാൻ ഉപയോഗിച്ചൊരു കഥയായിരുന്നു സ്വപ്ന സുരേഷ്. ഇപ്പം ഞാനത് നിങ്ങളോട് തന്നെ ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. സ്വപ്ന സുരേഷിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ആക്ഷേപം ഉന്നയിപ്പിക്കാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് വി ഡി സതീശനാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹം നടന്നു. ഞാനും എൻ്റെ ഭാര്യയും മുഖ്യമന്ത്രിയുടെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകളും മകളുടെ ഭർത്താവും ഞങ്ങൾ ഒന്നിച്ചൊരു ഫോട്ടോ. ആ ഒന്നിച്ചുള്ള ഫോട്ടോ വി ഡി സതീശൻ പ്രേരിപ്പിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഘമാണ് എൻ്റെ ഭാര്യയുടെ തലവെട്ടി സ്വപ്ന സുരേഷിൻ്റെ തല സ്ഥാപിച്ച് ഈ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ വീഡിയോ ഒരുപക്ഷെ അതിൻ്റെ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് വി ഡി സതീശൻ്റെ ഒരു പ്രധാന രേഖ. ഇതാണത്. എൻ്റെ ഭാര്യയുടെ തലവെട്ടി സ്വപ്ന സുരേഷിൻ്റെ സ്ഥലം സ്ഥാപിച്ചു. അതിന് എറണാകുളത്തുള്ള ചില കോൺഗ്രസ് പ്രവർത്തകരെ വി ഡി സതീശൻ ഉപയോഗിച്ചു. അതിൻ്റെ പിന്നിൽ ഈ വ്യാജ നിർമ്മിതിക്ക് പിന്നിൽ വി ഡി സതീശനാണ്. ഇത് സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പോലീസിന് അന്ന് എൻ്റെ ഭാര്യ പോലീസിന് പരാതി കൊടുത്തു. അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ കാര്യങ്ങളെല്ലാം ഏതാണ്ട് വ്യക്തമായി കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം അതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഫോട്ടോ പ്രചരിപ്പിച്ചു. അതിൻ്റെ പിന്നിലും വി ഡി സതീശനാണ്. അത് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഞാനുമായി ഒരു ബന്ധവുമില്ലാത്ത സ്ഥാപനങ്ങളൊക്കെ എൻ്റെ പേരിൽ ചേർത്ത്, എന്നിട്ട് തെളിവുണ്ട് ഞങ്ങളുടെ കൈവശം. തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ച ഫോട്ടോ ഏതോ കമ്പനിയുടെ ആരോ ചേർന്നുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതാണ് ഫോട്ടോ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അതാണ് ചെയ്തത്. പിന്നെ എന്ത് ചെയ്തു? ഇവിടെ ഈ ജെ മോസസ് ജോസഫ് ഡിക്രൂസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം, അദ്ദേഹം അത് മാത്രമല്ല, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഫിഷർമെൻ്റെ കോൺഗ്രസിൻ്റെ ഒരു അഖിലേന്ത്യാ നേതാവായിട്ട് കൂടി അറിയപ്പെടുന്നതാണ്. അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ചിത്രമുണ്ടാക്കിയത്. ആ ചിത്രം ഇതാണ്. ആ ചിത്രം എല്ലാവരും കാണേണ്ടതും ഈ വൃത്തികെട്ട വി ഡി സതീശൻ്റെ രാഷ്ട്രീയത്തെ എതിർക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. ഇത് കൊടുത്തിരിക്കുന്ന യൂണിയൻ മിനിസ്റ്ററാണ്. ത്രിപുരയിലെ BJPയുടെ ഒരു MP, വനിതാ MP, അവർ യൂണിയൻ മിനിസ്റ്ററാണ്. അവരുടെ പ്രാതിമ ഭൗമിക് എന്ന BJPയുടെ MP, അവരും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, ഇവിടുത്തെ സ്ഥാനാർത്ഥി ഇരിക്കുന്നൊരു പടം. ആ പടം എടുത്തിട്ടാണ് ആ സ്ഥാനാർത്ഥിയുടെ പടം എടുത്തിട്ട് എൻ്റെ ഭാര്യയുടെ തല വെട്ടി ഈ സ്ത്രീക്ക് പകരം എൻ്റെ ഭാര്യയുടെ തലവെട്ടി ഇവിടെ സ്ഥാപിച്ചു. എന്നിട്ടാണ് ഇത് നവമാധ്യമ രംഗത്ത് പ്രചരിപ്പിച്ചത്. അതാണ് വി ഡി സതീശൻ്റെ രാഷ്ട്രീയം. ഇത് രാജ്യത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഒരു ഫ്രോഡ് രാഷ്ട്രീയമാണ് വി ഡി സതീശൻ കൈകാര്യം ചെയ്യുന്നത്. അനധികൃതമായി പണമുണ്ടാക്കുക, അശ്ലീല വീഡിയോ നിർമ്മിക്കുക, തലവെട്ടി പ്രതിമയുണ്ടാക്കിയിട്ട് ആളുകളെ മുമ്പിൽ രാഷ്ട്രീയ പ്രവർത്തകരെ വ്യക്തിഹത്യ നടത്തുക, സ്ത്രീകളെ അവമാനിക്കുക, തെറി വിളിക്കുക, അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തെറി വിളിക്കുക. ഇതൊക്കെ ശീലമാക്കി നടക്കുന്ന ഒരാൾക്ക് എങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇവിടുത്തെ പ്രതിപക്ഷ നേതാവാക്കി? എങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇത് അംഗീകരിക്കുന്നുണ്ടോ? കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തോടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ വൃത്തികെട്ട രാഷ്ട്രീയം. ഇതിൽ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം DCC മെമ്പറാണ്. അതിൽ എല്ലാ വസ്തുതകളുമുണ്ട്. ഇന്നലെ ഇത് സംബന്ധിച്ച് എൻ്റെ ഭാര്യ പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തെ എതിർക്കാൻ എല്ലാ നല്ലവരായ മനുഷ്യരും, എനിക്ക് കോൺഗ്രസിൻ്റെ പിന്നിലുള്ള നല്ല മനുഷ്യരോടാണ് അഭ്യർത്ഥിക്കുന്നത്. ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തെയും നിലപാടിനെയും എതിർക്കാൻ നിങ്ങൾ കഴിയണം.
ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തും പറയാം, എന്തും വിളിച്ചു പറയാം, രാഷ്ട്രീയ എതിരാളികളെ എന്തു പറഞ്ഞും വ്യക്തിഹത്യ നടത്താം, ആക്ഷേപം നടത്തുക, മുഖ്യമന്ത്രിയെയും കുടുംബാംഗങ്ങളെയും ആക്ഷേപിക്കുക, എല്ലാവരെയും ആക്ഷേപിച്ച് കുടുംബാംഗങ്ങളെ ആക്ഷേപിച്ച് മാന്യനായി വെള്ളക്കുപ്പായവും വിട്ട് നടക്കുക. ഇതൊന്നുമല്ല മാന്യത എന്ന് വി ഡി സതീശൻ മനസ്സിലാക്കണം. അതൊക്കെ തുറന്ന് കാണിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നപ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ പറയണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചതും ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വ്യക്തമാക്കുന്നത്. ഓ, വി ഡി സതീശനാണല്ലോ പറഞ്ഞത് എൻ്റെ കൈവശം തെളിവുണ്ട്. വി ഡി സതീശൻ തെളിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ തെളിവ് ഇവിടെ ഉണ്ടാക്കി. വി ഡി സതീശൻ തെളിവുണ്ട് എൻ്റെ മുമ്പാകെ ഫോട്ടോ ഉണ്ടെന്ന് പറയേണ്ടത് അവസരത്ത് ഉണ്ടാക്കിയില്ലേ? ആ ഉണ്ടാക്കിയ പടമല്ലേ ഒന്നിത്? അതുതന്നെയാണ് തെളിവ്. വി ഡി സതീശൻ ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം. നമ്മുടെ കേരളത്തിൻ്റെ കഷ്ടകാലം ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉണ്ടായത്. അത് ഒരു സീരിയസ് ആയ ആരോപണമാണെങ്കിൽ അതിൽ ഒരു നേതാവും, എനിക്ക് തോന്നുന്നു EP അടക്കമുള്ള ഒരു നേതാവും അത് ഉയർത്താൻ പിന്നീട് ശ്രമിച്ചില്ല. അതെന്താണ് ഇത്ര വൈകിയത്? ഞങ്ങൾക്ക് ഒരു വൈകേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഇതിനാ വി ഡി സതീശനോട് സ്നേഹം. ഞങ്ങൾ ഈ തെറി പറഞ്ഞും ആക്ഷേപം പറഞ്ഞ് ഇല്ലാത്ത കഥകളുണ്ടാക്കിയും ചിത്രമുണ്ടാക്കി നടക്കുന്ന ഞങ്ങൾ വി ഡി സതീശൻ്റെ രാഷ്ട്രീയ നിലവാരത്തിലേക്ക് ഞാൻ താഴാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഇനി ഞാൻ വി ഡി സതീശനോട് തന്നെ ഇത്തരത്തിൽ നിലവാരമില്ലാത്തവരോട് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്താൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. രാഷ്ട്രീയം പറയുക, രാഷ്ട്രീയ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അതിന് പകരം ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഭാര്യയുടെ തലം മുറിച്ചിട്ട് പൊട്ടിക്കുക, എന്നിട്ട് അത് പ്രചരിപ്പിക്കുക. ഇതാണ് CPM BJP ബാന്ധവം. നിങ്ങൾ നോക്കി എത്ര വൃത്തികെട്ട രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ ന്യൂനപക്ഷത്തെ അവമാനിക്കുന്നു, മുസ്ലിം ലീഗിനെ അവമാനിക്കുന്നു. അവർക്ക് 2 സീറ്റ്, നിയമസഭയിൽ 15 പേരുണ്ട്, അവർ 2 സീറ്റ് കൊണ്ടിങ്ങനെ എന്തൊരു ഗതികേടാണ് അവർക്ക് സംഭവിച്ചത്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തെ എതിർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനിനി ഈ വി ഡി സതീശൻ പറയുന്നതിനോട് ഒരു മറുപടി പറയാനും ആഗ്രഹിക്കുന്നില്ല. ഈ വൃത്തികെട്ട രാഷ്ട്രീയക്കാരനോട് ഞാൻ പ്രതികരിക്കും. അതാണ് ഏറ്റവും നല്ലതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്ന് വരെ അത്തരം വൃത്തികെട്ട ഒരു രാഷ്ട്രീയം നാളെ ഒരു പടം വി ഡി സതീശൻ RSS നേതാക്കളായി ഇരിക്കുന്ന ഒരു തലവെട്ടിയ പടം വന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം EP-യുടെ തലയിൽ വെച്ച് ഞാൻ ഇന്ന് വരെ അത് ചെയ്തിട്ടില്ല. ഇനി വി ഡി സതീശൻ്റെ കൈവശമുള്ള ആൾ നാളെ അത് നിങ്ങൾ ഈ പറഞ്ഞതിന് വേണ്ടിയിട്ട് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതും ചെയ്യും. ഞാൻ ആ വൃത്തികെട്ട രാഷ്ട്രീയത്തിലില്ല, ആ വൃത്തികെട്ട പ്രവർത്തിക്കും ഞാനില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ ശങ്കിക്കേണ്ട കാര്യമില്ല. വി ഡി സതീശനല്ല EP ജയരാജൻ. രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുടെ പ്രതിനിധികളും EP ജയരാജന്റെ കുടുംബാംഗങ്ങളും ഒപ്പം നിൽക്കുന്ന ചിത്രമെന്നാണ്. അല്ലാതെ രാജീവ് ചന്ദ്രശേഖർ EP-യുടെ കുടുംബാംഗങ്ങളൊപ്പം നിൽക്കുന്ന പടം എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അപ്പോ ആ പറഞ്ഞതും ഈ പടവും തമ്മിൽ എങ്ങനെയാണ് കോറിലേറ്റ് ആവുന്നത്? എങ്ങനെയാണ് ആ പടം നിങ്ങൾ കണ്ടു? അദ്ദേഹം പറഞ്ഞത് ഞാനത് ആ പറഞ്ഞ പടം കണ്ടു. ആ പടം കണ്ടു. ആ പടത്തിൽ ആരും കൊണ്ടോ, ഇവരാരെങ്കിലും ഉണ്ടോ എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് രാജീവ് ചന്ദ്രശേഖരനെ ഞാൻ ഇന്ന് വരെ അയാളെ പോലെ ഒരാളെ ആണെന്ന് തോന്നിക്കാൻ വേണ്ടി ഒരാളെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലുള്ള ഒരാളുടെ രൂപം അങ്ങനെ എനിക്ക് അങ്ങനെ ഞാൻ എൻ്റെ കാര്യം ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട കാര്യം എനിക്കില്ല. രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞോട്ടെ, എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്ഥാപനങ്ങൾ കമ്പനികളുണ്ട്, സഹകരണ സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയതിൽ ഞാൻ ഉപദേശം കൊടുത്ത്, ഞാൻ നിർദ്ദേശിച്ച്, അങ്ങനെ ഒരു കൂട്ടം ആളുകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നടക്കുന്നുണ്ട്. അവർ നടത്തരുത്, അവരുടെ ചുമതല. അതിന് എനിക്കെന്താ ബാധ്യത?
പിന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യ അഞ്ജു ചന്ദ്രശേഖരന്റെ നിരാമയ കൂടി അതിലേക്ക് വരുന്നു. ഇപ്പൊ അതിന്റെ പേര് നിരാമയ വൈദേകം എന്നാണ്. അതായത് നിരാമയ എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യ, വൈദേകം എന്ന് പറഞ്ഞാൽ ഇ പി ജയരാജന്റെ ഭാര്യ. അതാണ് ഞാൻ പറയേണ്ട കാര്യം, എനിക്ക് അത് ചന്ദ്രശേഖരനോട് തന്നെ നിങ്ങൾ ചോദിക്കുക, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. വൈദീഹത്തിൽ ആ കമ്പനിയിൽ എൻ്റെ ഭാര്യ ഒരു ഷെയർ ഹോൾഡറാണെന്ന് ഞാൻ ഇപ്പോഴല്ല, ഇത് 2014 തുടങ്ങിയ സ്ഥാപനമാണ്. എൻ്റെ ഭാര്യ അതിൽ ചേരുന്നത് 2022 ഷെയർ എടുക്കുന്നത്. രാജ്യസഭയിൽ കൊടുത്ത അഫിഡവിറ്റിൽ ആ കമ്പനിയിൽ തന്റെ ഭാര്യ അഞ്ജു ചന്ദ്രശേഖരന് ഓഹരി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ അത് നിങ്ങൾ എനിക്ക് തോന്നുന്നത് അത് നിങ്ങൾ ചോദിക്കേണ്ടത് ആ കമ്പനിയോട് ചോദിക്കുക. എനിക്ക് കമ്പനിയുടെ വക്താവല്ല. ഒന്ന് നിരാമയ എന്ന് പറയുന്നവരോട് അവരോട് ചോദിക്കുക. എനിക്ക് തോന്നുന്നു അവർ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഏതെങ്കിലും കമ്പനീൻ്റെ കാര്യം പറയേണ്ട ബാധ്യതയില്ല. ഞാൻ ഈ കമ്പനിയുടെ ആരുമല്ല. എൻ്റെ ഭാര്യ ഒരു വൈദിക എന്ന് പറയുന്ന സ്ഥാപനത്തിൽ 2014 തുടങ്ങിയ സ്ഥാപനത്തിൽ 22 അവർ സർവീസ് റിട്ടയർ ചെയ്ത് വന്നപ്പോൾ അവരതിൽ ഒരു ഷെയർ ഹോൾഡറായിരുന്നു. അതിൽ അവരുണ്ട് ആ വൈദികത്തിൽ. അത് പലരും അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു പാലക്കാടോ മറ്റില്ല, ഞാനൊരു ഘട്ടത്തിൽ ചികിത്സക്ക് എൻ്റെ കാലിന് ചികിത്സക്ക് വേണ്ടി പോയപ്പോൾ കോയമ്പത്തൂരിലുള്ള ആര്യവൈദ്യശാലയുടെ ഒരു റെബൽ ഗ്രൂപ്പുണ്ട്. അവരാണ് അന്ന് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ്. അതിൻ്റെ കാര്യമെല്ലാം കമ്പനിക്കാർ പറയുക, അവരോട് ചോദിക്കുക. ഇനി രാജീവ് ചന്ദ്രശേഖരനോട് തന്നെ നിങ്ങൾ അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, പോയി ചോദിച്ചാൽ അദ്ദേഹം വൈദേഹത്തിന്റെ ഒരു ഭാഗമാണ്. നിരാമയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പം ഇപ്പോഴും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇത് രണ്ടും ലിങ്കാണ്. സ്വാഭാവികമായിട്ട് താങ്കൾ LDF കൺവീനറാണ്, പൊതുപ്രവർത്തകനാണ്, താങ്കളുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കേണ്ടത്. എൻ്റെ ഭാര്യ അതിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇവിടെ നിങ്ങൾ പറയും. ഒരു ഷെയർ എടുക്കുന്ന തെറ്റാണോ? അതിൽ ആ സ്ഥാപനം എന്ത് ചെയ്യുന്നുള്ളത് ആ സ്ഥാപനം നിശ്ചയിക്കേണ്ടതാണ്. അതിൻ്റെ കാര്യം പറയാനൊന്നും ഞാൻ ആളല്ല. നിങ്ങൾക്കിനി അറിയണമെങ്കിൽ വൈദികത്തിൻ്റെ ഭാരവാഹികളെ വിളിച്ച് ചോദിച്ചാൽ അവരതിൻ്റെ കാര്യം വ്യക്തമാക്കും. നിങ്ങൾക്കിനി വേണമെങ്കിൽ മറ്റേ നിരാമയുടേതാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എനിക്കറിയില്ല, അത് നിങ്ങൾ പോയി ചോദിക്കും. രാജീവ് ചന്ദ്രശേഖർ രേഖയിൽ പറയുന്നു നിരാമയ കമ്പനിയിൽ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ടെന്ന്. EP പറയുന്നു EP-യുടെ ഭാര്യയ്ക്ക് വൈദേഹത്തിൽ ഷെയർ ഉണ്ടെന്ന്. കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസ് പുറത്തുവിട്ടു എന്ന് പറയുന്ന ചിത്രത്തിൽ താങ്കളുടെ ഭാര്യയും മകനും അതിനോടൊപ്പം ഈ നിരാമയ കമ്പനിയുടെ CEO അലൻ മച്ചാവയും മറ്റ് ജീവനക്കാരും അവർ ഒരുമിച്ച് നിൽക്കണം. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടാണ് EP-ക്കും രാജീവ് ചന്ദ്രശേഖരനും ബിസിനസ് ബന്ധമുണ്ട് എന്ന് പറയുന്നത്. അതെ, ഞാൻ പറഞ്ഞത് എൻ്റെ ഭാര്യ വൈദികത്തിൽ ഒരു ഷെയർ ഹോൾഡറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനത് എനിക്ക് മറച്ചു നോക്കേണ്ട ഒരു കാര്യമില്ല, വസ്തുതയാണത്. നിങ്ങൾക്കതിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഇന്നലെ റിപ്പോർട്ടറാണെന്ന് തോന്നുന്നു ചാനലിൽ അവരുടെ ഒരു അഭിമുഖ സംഭാഷണമുണ്ട്, കണ്ടു. ആ അഭിമുഖ സംഭാഷണത്തിൽ അയാൾ പറഞ്ഞിട്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ട് നിങ്ങൾ നോക്കത് ഉണ്ടെന്ന് ഞാൻ കേട്ടത് അങ്ങനെയല്ല. നിങ്ങൾ ഒന്ന് കേട്ടു നോക്ക്. ഞാൻ കേട്ടത് അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞത് എനിക്കങ്ങനെ യാതൊരു ബന്ധമില്ല എന്നാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ വക്കാലത്ത് എടുക്കേണ്ട ഒരു കാര്യമില്ല, അത് എനിക്കറിയേണ്ട കാര്യമില്ല. അത് അവരുടെ ബിസിനസ്. നിരാമയ ഉണ്ടെങ്കിൽ നിരാമയയുടെ ബിസിനസ്, വൈദികം ഉണ്ടെങ്കിൽ വൈദികത്തിൻ്റെ ബിസിനസ്. എനിക്കിതിലൊന്നും ഭാഗവാക്കാകേണ്ട ഒരു കാര്യമില്ല. എൻ്റെ ഭാര്യ അതിലൊരു ഷെയർ ഹോൾഡറാണ്. ആ ഷെയർ തന്നെ കൊടുക്കാൻ വേണ്ടി, കാരണം ഇങ്ങനെ കുറേ പരാതി വരുന്നതുകൊണ്ട് അത് തന്നെ ഏതെങ്കിലും ഷെയർ ഹോൾഡർ ഉണ്ടെങ്കിൽ അവർ കൈമാറാൻ തീരുമാനിച്ച് അതിനനുസരിച്ച് ഇപ്പോൾ ഒരാളെ കണ്ടെത്താൻ നടക്കുകയാണ്. ഒരാൾ വന്നു, പക്ഷെ അതെന്തോ കാര്യങ്ങൾ ഒഴിവായി പോകാൻ തന്നെയാണ് എൻ്റെ ഭാര്യ തീരുമാനിച്ചത്. അതിൽ നിന്ന് ഒഴിവായി ഷെയർ കൊടുത്ത് ഞങ്ങൾ കൊടുത്ത കാശ് കിട്ടിയാൽ അതും വാങ്ങി പോകാൻ തന്നെയാണ് ഭാര്യ തീരുമാനിച്ചത്. കാരണം വെറുതെ എന്തിനാ എന്നെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു ആക്ഷേപത്തിന് ഇടയാക്കുന്നത്? നിങ്ങൾക്കതിന് ഇപ്പോൾ എന്നോട് ഇത് ചോദിക്കാൻ ഇടവന്നത് എൻ്റെ ഭാര്യ ഇതിലുണ്ടായതുകൊണ്ടല്ലേ? അതിലൊന്നും ഞങ്ങളില്ല. ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള നേരത്തെ തന്നെ വീഡിയോക്കാർ വന്നപ്പോൾ ഞാനതിലില്ല. എനിക്കങ്ങനെ ബിസിനസ് നടത്തേണ്ട കാര്യമില്ല. ഞാൻ ബിസിനസ്സുകാരനുമല്ല, ഞാൻ രാഷ്ട്രീയക്കാരനാണ്. ജനിച്ചത് മുതൽ ഞാൻ രാഷ്ട്രീയത്തിലാണ്. ആ കാര്യം ചെയ്യുന്നു. ശക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഇതിലേതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ സതീശനെ പോലെ ഒരു ബിസിനസ്സുകാരനല്ല. എനിക്കങ്ങനെ അതിൻ്റെ ആഗ്രഹവുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് തന്നെയുള്ള അതിൻ്റെ ഷെയർ ഇനി ഇതിൽ അവരോട് ചോദിച്ചു നോക്കുക, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ
അവർ കൊടുത്തോന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ കാര്യം അതിൽ അവരോട് കണ്ട് വേണമെങ്കിൽ ആരും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ കൊടുക്കാൻ. വേറെ ഒന്നും ചെയ്യണം. ഞാൻ തന്നെ നിങ്ങളോട് എനിക്ക് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഇൻവെസ്റ്റ് ചെയ്ത കാശ് കൊടുത്താൽ ഒരു ഇത്രയും കാലത്ത് ഏതാണ്ട് 22 അവസാനമാണ്, ഒരു കൊല്ലമായി. അതുകൊണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റും വേണ്ട, കൊടുത്ത കാശിന് കൊടുക്കാൻ തയ്യാറാണ്. അല്ല, എനിക്ക് സംബന്ധിച്ച് ഇതുപോലെ ആരൊക്കെയോടുമായിട്ട് ബിസിനസ് ഉണ്ടാവുക പിന്നെ വി.ഡി. സതീശനാവാനാണ് സാധ്യത. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇതുപോലെ പോലും കണ്ടിട്ടില്ല. അദ്ദേഹമായിട്ട് ഇതുവരെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല, ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല. എനിക്ക് ബന്ധമില്ലാത്ത ഈ കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ഒരാളാണ്. ഇപ്പോൾ പിന്നെ മറ്റു പലരെ കുറിച്ച് ചോദിച്ചാൽ കോൺഗ്രസിൻ്റെ പലരുമായിട്ട് ഞാനെന്താ ബന്ധപ്പെടും? എനിക്ക് ബന്ധമില്ല. എനിക്ക് ഇദ്ദേഹമായിട്ട് ഒരു ബന്ധവുമില്ല, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. പിന്നെ എന്തിനാ എൻ്റെ പേര് ഇതിലേക്ക് വലിച്ചെടുക്കുന്നത്? അത് കോൺഗ്രസിൻ്റെ മനസ്സിലുണ്ടാവും ഒരു ധാരണ. അവർ പിന്നെ തെലുങ്കാനയിൽ ഒരു രാഷ്ട്രീയം പ്രയോഗിച്ചിരുന്നു, അത് ഈ കേരളത്തിലൊന്ന് പ്രയോഗിച്ച് നോക്കാം എന്ന് ധരിച്ചിട്ടുണ്ടാകും. അതൊന്നും കേരള രാഷ്ട്രീയത്തിൽ വിലപ്പോകില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് ഫോട്ടോ സഹിതം നിങ്ങൾക്ക് കാണിക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളാരും എന്താ എൻ്റെ ഭാര്യയുടെ തലമുറി ചൊട്ടിച്ചതിനെ കുറിച്ച് എന്താ ഒന്നും? ഇതാണോ രാഷ്ട്രീയം? സോഷ്യൽ മീഡിയ സാധാരണയല്ല, കോൺഗ്രസിൻ്റെ DCC മെമ്പറുടെ പേരടിച്ചടിച്ചിട്ട് വന്നതാണ്. നിങ്ങളുണ്ടെങ്കിൽ പറയൂ. ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ പറയൂ. CPM ഇങ്ങനെ ചെയ്തു. ഞങ്ങളും ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടിയല്ല. അതെ, ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിച്ചു. അതിനു വേണ്ടിയിട്ട് ചിലരുമായി സംസാരിച്ച്, അപ്പോൾ ഇത് ഞങ്ങളെ ഷെയർ ആകുമ്പോൾ നിങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ ഈ വാങ്ങാൻ വരുന്ന ആൾക്കൊരു പേടി, എന്താ നാളെ പറയാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവർ കൊടുക്കാൻ തീരുമാനിച്ചു. അവർ പൂർണ്ണമായി എൻ്റെ ഭാര്യ അതിൽ നിന്ന് ഒഴിവാകുകയാണ്. ഈ വിവാദം ഇപ്പോൾ വരാൻ കാരണം സഖാവ് മാധ്യമങ്ങളോട് പറഞ്ഞ LDF-ഉം